ഒരു പാരന്റ് അയച്ച ക്വസ്റ്റ്യൻ ആണിത്. നമ്മൾ ഇൻസ്റ്റാഗ്രാം തുറന്നാൽ കാണുന്ന ഒരു കാര്യമാണ് അരി ഭക്ഷണം കുറച്ച് കഴിക്കണം, കാപ്സ് കുറച്ച് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. കാർബോഹൈഡ്രേറ്റ്സ് എന്നുള്ളത് ഒരു മാക്രോ ന്യൂട്രിയന്റ് ആണ്, ബോഡിയുടെ പ്രൈമറി സോഴ്സ് ഓഫ് എനർജിയാണ്. കുട്ടികളുടെ ബോഡിക്ക് ഹൈ എനർജി ഡിമാൻഡ് ആണ് ഉള്ളത്. ബിക്കോസ് അവർ കളിക്കുന്നുണ്ട്, അവരുടെ ബോഡി ഗ്രോ ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, ഓർഗൻസ് ഡെവലപ്പ് ചെയ്യാനും മസിൽസും നെർവസ് സിസ്റ്റം ഒക്കെ ഡെവലപ്പ് ചെയ്യാനും ഒരുപാട് എനർജി ആവശ്യമാണ്. കാർബോഹൈഡ്രേറ്റ്സ് ആണ് ഗ്ലൂക്കോസ് സപ്ലൈ ചെയ്യുന്നത്. ഗ്ലൂക്കോസ് ആണ് ബ്രെയിനിന്റെ മെയിൻ സോഴ്സ് ഓഫ് എനർജി. ഇൻഫാക്ട് കുട്ടികളുടെ ബ്രെയിൻ മാത്രം ഡെയിലി ഗ്ലൂക്കോസിന്റെ ഒരു 50-60% യൂസ് ചെയ്യും. ഹോർമോൺ ഫംഗ്ഷൻസ് ലൈക്ക് ഗ്രോത്ത് ഹോർമോൺ എല്ലാം സപ്പോർട്ട് ചെയ്യാനും പ്രോപ്പർ കാർബോഹൈഡ്രേറ്റ്സ് വേണം. ഈ കാർബോഹൈഡ്രേറ്റ്സ് ലോ ആയ കുട്ടികളുടെ എനർജി കുറയും, അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, പ്രോപ്പർ വെയിറ്റ് വെക്കില്ല, ഈവൻ ഗ്രോത്ത് വരെ ഡിലേ ആവും. ഈ അഡൽസിന് എന്തുകൊണ്ടാണ് കാപ്സ് കുറയ്ക്കാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ പോലെ അത്രയ്ക്ക് എനർജി നീഡ്സ് ഇല്ല അഡൽസിൽ. മിക്ക അഡൽസും സെഡൻഡറി ലൈഫ് സ്റ്റൈൽസ് ആണ് ഫോളോ ചെയ്യുന്നത്. സോ നമ്മുടെ ബോഡിയുടെ ആവശ്യം അനുസരിച്ച് മാത്രം കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കേണ്ട കാര്യമുള്ളൂ അഡൽസിന്റെ കേസിൽ. അല്ലെങ്കിൽ അത് ഇൻസുലിൻ റെസിസ്റ്റൻസിലേക്കും പല ലൈഫ് സ്റ്റൈൽ ഡിസീസിലേക്കും മാറും. കുട്ടികളുടെ കേസിലൊന്നും കാപ്സ് കട്ട് ചെയ്യേണ്ട കാര്യമില്ല. ബട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പ്രോസസ്ഡ് ഫുഡ്സ് അല്ലാതെ പ്രോപ്പർ ഹോൾ ഫുഡ്സ് കൊടുക്കുക. ലൈക്ക് റൈസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പ്രോപ്പറായി പ്രോട്ടീനും ഫാറ്റും കൂടി ആഡ് ചെയ്യാൻ മറക്കരുത്.